കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥിരം പരിപാടിയാണ് മഞ്ജുഷ്ടയുടെ സോപ്പ് എടുത്തിട്ട് മുഖത്തൊന്ന് തേക്കുക, കൈയും കാലും ഒക്കെ ഒന്ന് കഴുകുക എന്നുള്ളത്. കുളി കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ ചെയ്യാറുള്ളൂ. വേറെ സോപ്പിട്ട് നമ്മൾ ബോഡി സോപ്പിട്ട് കുളിച്ചിട്ട് ഇതിട്ട് നമ്മുടെ സ്കിന്നിലെ ടാനിങ് മാറാൻ വേണ്ടിയിട്ടും സ്കിന്നിൽ പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട്, പിമ്പിൾസിൻ്റെ മാർക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മഞ്ജുഷ്ടയുടെ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതെനിക്ക് നേച്ചേഴ്സ് ടച്ച് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. പേജ് ഞാൻ താഴത്ത് ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ഇതുപോലത്തെ മേടിക്കാവുന്നതാണ് കേട്ടോ. സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചാണ് സോപ്പ് വരുന്നത്. പിന്നെ തലയിലെ താരനൊക്കെ പോകാനുള്ള സോപ്പ് ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. സ്കിന്നിലെ ടാനിങ് നന്നായിട്ട് റിമൂവ് ചെയ്ത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ സോപ്പ്. കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് തേച്ച് കഴുകുക. കണ്ടിന്യൂസ്ലി തേക്കണം. ഇതിന് വലിയ മണവും കാര്യങ്ങളില്ല, പക്ഷെ ഗുണമുണ്ട് കേട്ടോ. മണമില്ലാത്തൊരു ഗുണമുണ്ടെന്ന് പറയുമ്പോൾ ഇതിന് ഗുണമുണ്ട്. ഫേസിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടാനിങ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് മാത്രമല്ല, ബോഡിക്ക് വേണ്ടിയിട്ടുള്ള സോപ്പ് ഉണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച് ഇവർ സോപ്പ് ഉണ്ടാക്കി തരും കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. നാച്ചുറലായിട്ട് വീട്ടിൽ മഞ്ജുഷ്ടയും കൊണ്ട് ഉണ്ടാക്കുന്ന മഞ്ജുഷ്ടയുടെ സോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം മഞ്ജുഷ്ടയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്, ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ടാനിങ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൽ ഇതുപോലത്തെ സോപ്പുകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴത്ത് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തേക്കാം. അതുപോലെ തന്നെ അവരുടെ പേജ് ഞാൻ ടാഗ് ചെയ്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ.